ഡോക്ടർ അനിൽകുമാർ, കരവ്യോമാക്രമണം തുടരുകയാണ്. എനിക്കൊന്ന് സ്റ്റോക്ക് തീർക്കാനുള്ളതാണോ ഈ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്? ഇപ്പം പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് അല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് അവിടെയുള്ള ആളുകളുടെ മുറയിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാനും അവരുടെ വിശ്വാസം, തങ്ങളുടെ സൈന്യം നഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ആത്മവീര്യം ചോർന്നു പോയിട്ടില്ല എന്നൊക്കെ കാണിക്കാനായി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയേ മതിയാവും. അതിനുവേണ്ടി നമ്മുടെ സൈന്യത്തോടെ ഏറ്റുമുട്ടി അത് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് നടക്കില്ല. അപ്പോൾ ഇനി ഇരുട്ടിൻ്റെ മറവിൽ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവർ ഏതെങ്കിലും സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുവാനുള്ള, ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു സ്കൂൾ, ആ സ്കൂള് ഭാഗ്യം കൊണ്ട് നമ്മളത് ഒഴിപ്പിച്ചത് കൊണ്ടാണ് അവിടെ കാഷ്വാലിറ്റി. കുട്ടികളെ അടിക്കുക, ഇതിലപ്പുറം ഇനി എന്താ ചെയ്യുക? സ്ത്രീകളെ, കുട്ടികളെ, ഗ്രാമീണരെ ഉദ്ദേശം വെക്കുന്ന പാകിസ്ഥാനെ ഇനി നമ്മൾ എന്താ ചെയ്യുക? പണ്ടും അവർ കാശ്മീരിലും ഇത് തന്നെയല്ലേ പിന്തുടരുന്നത്. കാശ്മീരിൽ പല ഹൈഡ് ഔട്ടുകളിലും ടെററിസ്റ്റ് കയറി കഴിഞ്ഞാൽ ആദ്യം അവർ മുന്നേ നിർത്തുന്ന ആരെയാണ്? നമ്മൾ ആ മേജർ രവിയുടെ ഒക്കെ സിനിമകളിൽ കണ്ടിട്ടില്ലേ? ആദ്യം ഒരു മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ്. നഗ്നരായ സ്ത്രീകളെ കൊണ്ട് നിർത്തുക. ഒരു നിമിഷം അവരിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇവിടെ ശ്രീത് പണിക്കർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്തർദേശീയ പല വിദേശികളും ഒക്കെ പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാനായി ചെയ്യുന്ന യാത്രാ വിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഉടനെ ആ വ്യോമപാത തുറന്നു കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ ക്രൂഷ്യലായ ഒരു സമയത്ത് സൗദിയായിട്ട് നല്ല ടേംസിലാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ പരമാവധി അങ്ങനെ സൗദി അറേബ്യയിൽ ഒരാൾ അവിടെ സന്ദർശിച്ചു എന്ന് കരുതി അവരുടെ നിലപാടുകളൊക്കെ ശക്തമാണ് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കും, ഇപ്പോൾ ചൈന പോലും അവരോടൊപ്പം കാര്യമായി നിൽക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ചൈനയിൽ എന്ത് സഹായമാണ് ശക്തമായി ഇപ്പോൾ അവർക്ക് കിട്ടിയെന്ന് നമുക്ക് അത്രത്തോളം ഒരു പാകിസ്ഥാൻ പ്രതീക്ഷിച്ച അത്ര വലിയ ഒരു സഹായം പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ട് അത് പാകിസ്ഥാനെ സന്തോഷിക്കുന്നുണ്ടാവും ചൈനയും തുർക്കിയും ഒക്കെ. ചൈനയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ചൈനയുടെ താല്പര്യം നടക്കുകയും വേണം, പാകിസ്ഥാനെ ഫിനിഷ് ചെയ്യുകയും വേണം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അനുസരിച്ചുള്ള പ്രവർത്തനം അല്ല. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ചൈനയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതേസമയം തന്നെ ചൈനയ്ക്ക് ഇന്ത്യയെ തകർക്കുക എന്നുള്ള പരിപൂർണമായ ലക്ഷ്യം ഉണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ഭാഗമായി ഒരു പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ചൈനയിൽ കുറച്ച് തീവ്രവാദികളൊക്കെ ഉണ്ട്. നമ്മൾ സിൻജിയാങ് പ്രവിശ്യയോട് നോക്കിയാൽ ഉയ്ഗൂർ മുസ്ലിംസ് ഒക്കെ ഉണ്ട്. അവിടെ തീവ്രവാദി അവരെയൊക്കെ നിയന്ത്രിക്കുവാൻ ഈ ചൈന ഉപയോഗിക്കുന്നത് ഈ പാകിസ്ഥാൻ ഉള്ളിലുള്ള തീവ്രവാദ എലമെൻറ്റുകളെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് രാത്രി എന്ന് പറയുന്നത് ശോഭനമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ശ്രീത് പണിക്കരൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ എരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. കാരണം അവിടുത്തെ ജനതയാണല്ലോ സഫർ ചെയ്യുന്നത്. മറ്റവരൊക്കെ സേഫ് ഹെവൻസിലല്ലേ. അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ആരെങ്കിലും ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടോ? വെല്ലുവിളിച്ച് ന്യൂക്ലിയർ ആയുധം ഞങ്ങൾ പൂക്കുറ്റി പോലെ കത്തിക്കുമെന്ന് പറഞ്ഞ ആളിനെ കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു സൈനിക മേധാവിയാണ് അദ്ദേഹം. എവിടെ അസീം മുനീർ എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അവിടെ സൈന്യത്തിന് തന്നെ ഒരു സ്ഥിരതയില്ല. അതിൻ്റെ മേധാവി നിരന്തരമായ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തെ തടങ്കലിലാണോ അതോ അദ്ദേഹത്തെ മറ്റെവിടത്തേക്ക് ഇങ്ങനെ നാടുകടത്തിയതാണോ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഒന്നും ലോകത്തോട് പറയാത്ത ഒരു സൈനിക സംവിധാനമാണ് പാകിസ്ഥാൻ ഉള്ളതെന്ന് ഇനി പറയേണ്ടുന്ന കാര്യമില്ലോ. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ നമ്മൾ നേരിടണം. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ ശക്തമായൊരു തീരുമാനം എടുത്തതായിട്ടുള്ള അറിയിപ്പുകളാണ് വരുന്നത്. ഇന്ത്യ ശക്തമായ തിരിച്ചടിക്കും. ഇനി മുന്നോട്ട് വന്നാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ മറവിൽ ഇനി തുർക്കിയിൽ നിന്ന് ഏതെങ്കിലും ആയുധക്കുമ്പാരം ലഭിച്ച് അതുമായിട്ട് നേരിടാൻ ഇന്ത്യയുടെ അടുത്തേക്ക് വന്നാൽ ഇനി പാകിസ്ഥാൻ തന്നെ ഒരുപക്ഷെ ഈ ഭൂമുഖത്തിൽ എത്രമാത്രം ബാക്കി വെക്കണമെന്ന് ഇന്ത്യ ആലോചിക്കും എന്നുള്ള തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. കാരണം ഇന്നലെയൊക്കെ ഒരുപാട് ചാനലുകളിൽ വാർത്ത വന്നിരുന്നു, നമ്മൾ നാവികസേന ആക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, കറാച്ചിയിൽ നാവികസേന ആക്രമണം നടത്തിയെന്നൊക്കെ. അങ്ങനെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നാവികസേനയൊന്നും പരിപൂർണ്ണ സജ്ജമായൊരു ആക്രമണം അങ്ങനെ വന്നാൽ അത് താങ്ങാനുള്ള കരുത്ത് പോലും പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ രാത്രിയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് സാഹസത്തിന് മുതിർന്നാൽ അതൊരു അതിസാഹസമായിരിക്കുമെന്നും നമുക്ക് സിന്ദൂർ 3 നാളെ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, പറയാനുള്ളത്. ശ്രീജിത്ത്, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2 minutes പ്ലീസ്. ഞാൻ കരുതുന്നത് ഈ ഒരു സമയത്ത് പാകിസ്ഥാന്റെ മേൽ അന്താരാഷ്ട്രമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി സിവിലിയൻ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പരിചകളാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം നേടുക എന്ന് പറയുന്നതിൽ പല അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട്. ഒന്ന്, ആൾക്കാർ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. 2, സമാനമായിട്ടുള്ള ഒരു തിരിച്ചടി അവരുടെ സിവിലിയൻസ് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമല്ല. 3, ഇന്ത്യയെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ആ ഒരു ശ്രമം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരൊറ്റ രാജ്യത്ത് നിന്ന് അതിനെ സ്വാഗതം ചെയ്യുമെന്നോ അതിനെ ഏതെങ്കിലും രീതിയിൽ അവർ എൻഡോഴ്സ് ചെയ്യുമെന്നോ ഞാൻ കരുതുന്നില്ല.
ഇപ്പൊ തന്നെ നമുക്കറിയാം ടർക്കിയാണ് ഒരുപക്ഷെ പരസ്യമായിട്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ച ഒരു രാജ്യം. എർദോഗാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ആ നിലയ്ക്കാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള മറുപടിക്ക് അദ്ദേഹം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവർ കാണിച്ചിരിക്കുന്ന റെസ്ട്രെയിന്റ് എന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആ രീതിയിലാണ് പറയുന്നത്. തന്നെയുമല്ല, അവരുടെ കുറേയധികം ഉപകരണങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്ന ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരവധി എക്യുപ്മെന്റ് ഉണ്ട്. അവർക്ക് ഷെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും ടർക്കിയുടേതാണ്. അവർക്ക് ബാബർ ക്ലാസ് കോർവേറ്റ് പോലെയുള്ള കുറേയധികം മിലിറ്ററി വെസലുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരെ പോലും പ്രതിസന്ധിയിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരം. അത് കേവലം ഒരു ആരോപണം എന്ന നിലയ്ക്കല്ല, മറിച്ച് അത് വളരെ വ്യക്തമായി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ ടോട്ടലി നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു സർക്കാരിനെ സംരക്ഷിക്കേണ്ടുന്ന ആവശ്യം ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈവൻ ഒരു ആംസ് ഡീലിന്റെ പേരിലെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന ഏതൊരു രാജ്യവും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൺവെൻഷനുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളായി മാറും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന് മേൽ പ്രഷർ മൗണ്ട് ചെയ്യട്ടെ, അവര് തന്നെ ഒരു വെളിവ് വീണിട്ടതിന് ശേഷം ഇതിൽ നിന്ന് പിന്നാക്കം പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതല്ല എങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ശ്രീ അനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ അന്ത്യത്തിന് വേണ്ടി അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ല എങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ ജനതയോടാണ്, നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയോടാണ്, നമ്മുടെ സോവറിനിറ്റിയോടാണ്. അതിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്കും ഇന്ത്യ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഒരു കാലത്തും തയ്യാറാവില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പ് പാകിസ്ഥാനോ പാകിസ്ഥാനിലെ ജനതയ്ക്കോ അവിടുത്തെ സൈനിക തലവന്മാർക്ക് പോലുമോ ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ബോധവും വിവരവുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പാകിസ്ഥാന്റെ പതനം എന്നത് ആസന്നമാണ്. യെസ്, എന്തായാലും ലോക സമാധാനത്തിന് അനിവാര്യമാണ് ഈ അടി.